കുട്ടികൾ പ്രത്യേകിച്ചിട്ട് ഈ +2 കഴിഞ്ഞ കുട്ടികൾ ഈ ഏത് മെഡിക്കൽ കോഴ്സുകളിൽ ഏതിന് ജോയിൻ ചെയ്യണം എന്നായിരുന്നു അവരുടെ മെയിൻ അവരുടെ ഒരു രക്ഷിതാക്കളുടെയും അതുപോലെ തന്നെ കുട്ടികളുടെയും ഒരു ആശങ്ക. അതിൽ പ്രത്യേകിച്ച് ഈ ഞങ്ങൾ ഇന്ത്യാന ഹോസ്പിറ്റലിൻ്റെ ഇന്ത്യാന നഴ്സിംഗ് കോളേജ്, അതുപോലെ തന്നെ ഇന്ത്യാന ഫിസിയോതെറാപ്പി കോളേജ്, അതുപോലെ തന്നെ അലൈഡ് സയൻസ് കോളേജ്, ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് കൂടുതൽ എന്നെ വിളിക്കുന്ന ആൾക്കാർ. അപ്പം ആസ് ഒരു അഡ്വൈസ് എന്നുള്ള നിലയ്ക്ക് ഞാൻ പല രക്ഷിതാക്കളോടും പറയാറുണ്ട്, ഏറ്റവും നല്ല കോഴ്സ് എന്ന് പറയുന്നത് ഈ +2 കഴിഞ്ഞിട്ട് മെഡിക്കൽ ഫീൽഡിലുള്ള ഏറ്റവും നല്ല കോഴ്സ് നഴ്സിംഗ് തന്നെയാണ്. ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിൽ കഴിഞ്ഞ് അതിൽ താല്പര്യം ഇല്ലെങ്കിൽ ആ ഡിഗ്രി ഒരു ബേസ് ആയിക്കൊണ്ട് തന്നെ അവർക്ക് മെഡിക്കൽ ഫീൽഡിൽ MBA അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിൽ വേറെ പല കോഴ്സുകളും അവർക്ക് ചെയ്യാൻ പറ്റും. ഈ നഴ്സിംഗ് തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ മെഡിക്കൽ ഫീൽഡിലുണ്ടാകുമ്പോൾ അവർക്ക് ഞാൻ കണ്ടിട്ടുണ്ട് പല സിഇഒസും 3-5 ലക്ഷം രൂപ മാസത്തിൽ വരുമാനമുള്ള CEOs വരെ ബേസിക് ഡിഗ്രി നഴ്സിംഗ് ആണ് അവർ. കാരണം അവർക്ക് അറിയാം മെഡിക്കൽ ഫീൽഡിൽ. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് എന്ന് പറയുന്നത് CTVS കോഴ്സ് എന്ന് പറയും, കാർഡിയാക് കോഴ്സ്. അത് പല കുട്ടികളും മനസ്സിലാക്കാത്തൊരു കോഴ്സാണ്. കാത്ത് ലാബ് അതുപോലെ തന്നെ എക്കോ കാർഡിയോഗ്രാം അത് വളരെ സ്കോപ്പിലാണ്. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ഇറങ്ങുന്നുണ്ട്. പക്ഷേ എന്നാലും നല്ല ഹോസ്പിറ്റലിൽ നിന്ന് നല്ല കാർഡിയോളജി ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് നല്ല ഡിമാൻഡാണ്, വിദേശത്ത് പ്രത്യേകിച്ചിട്ട്. ഇന്ത്യയിലും ഒരുപാട് ഡിമാൻഡുണ്ട്. ഞങ്ങൾ തന്നെ പല സ്ഥലങ്ങളിലും ഈ എക്കോ ടെക്നീഷ്യൻ അതുപോലെ തന്നെ കാത്ത് ലാബ് ടെക്നീഷ്യൻ അതുപോലെ തന്നെ 1 ലക്ഷം രൂപ വരെ വാങ്ങുന്ന ടെക്നീഷ്യൻസ് ഉണ്ട്. വേറെ ഒരു കോഴ്സിലും ഇത്രയധികം ഇന്ത്യയിൽ സാലറി കിട്ടില്ല. ഈ ഒക്യുപ്പേഷണൽ തെറാപ്പി ഇപ്പം അധിക കോളേജുകളിൽ ഈ കോഴ്സ് ഇല്ല. ഈ ഒക്യുപ്പേഷണൽ തെറാപ്പിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ പല രോഗികളും ഈ മേജർ ആക്സിഡൻറ്റ് അതുപോലെ തന്നെ ജന്മന വൈകല്യങ്ങളുള്ളവർ അവർക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം. അപ്പം ഈ ഒക്യുപ്പേഷണൽ തെറാപ്പിക്ക് വളരെയധികം സ്കോപ്പുള്ള ഒരു ഫീൽഡാണത്. ഫിസിയോതെറാപ്പി ഒരുപാട് സീറ്റുകളും അതുപോലെ തന്നെ ഒരുപാട് കുട്ടികളും അതിൽ തന്നെ പോകുന്നത് കൊണ്ട് ഡിമാൻഡ് കുറവാണ്. പക്ഷേ ഈ ഫിസിയോതെറാപ്പിക്കൊക്കെ ഉള്ളൊരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബ്രാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു മെഡിക്കൽ ഫീൽഡിലുള്ള എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് ബൈഫർക്കേഷൻ ചെയ്യാൻ പറ്റും. ഇപ്പം നല്ല സ്മാർട്ടായിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഒരു ബൈഫർക്കേഷൻ ചെയ്തിട്ട് വേറെ ഫീൽഡിൽ പോകണം ഈ ഒരു ഡിഗ്രി വെച്ചുകൊണ്ട്. അതുപോലെ തന്നെ കൂടുതൽ കോളേജുകൾ വരുന്നുണ്ട്. പല അലൈഡ് സയൻസിൻ്റെയും ഫിസിയോതെറാപ്പിൻ്റെയും കോളേജ് വരുമ്പോൾ അവർക്ക് ടീച്ചറായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ മാസ്റ്റർ ഡിഗ്രി ചെയ്തിട്ട് ഇപ്പം ഇപ്പോൾ ഒക്യുപ്പേഷണൽ തെറാപ്പിയിൽ ഒരു ടീച്ചർ കിട്ടണമെങ്കിൽ 1 ലക്ഷം രൂപ വരെ സാലറി അവർ ചോദിക്കുന്നുണ്ട്. ഞാൻ നടത്തുന്ന കോളേജായതുകൊണ്ട് എനിക്കറിയാം. കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ചിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ ഈ പാരാമെഡിക്കൽ കോഴ്സിനും നഴ്സിംഗ് കോഴ്സിനും കർണാടകയിൽ പ്രത്യേകിച്ച് മാംഗ്ലൂരാണ് ഇതിൻ്റെ ഒരു ഹബ്ബ് എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് കോളേജസുകളുണ്ട്, മെഡിക്കൽ കോളേജസുകളുണ്ട്. അപ്പം അതുപോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസുകളുണ്ട്. ഇവിടെ എല്ലാത്തിലും ഇവർക്ക് വളരെയധികം നല്ല എക്സ്പോഷറും അതുപോലെ തന്നെ നല്ല ടീച്ചിങ് ക്യാമ്പസും നല്ല ഫാക്കൽറ്റീസും ഉണ്ട്. ഇത് മറ്റുള്ള സംസ്ഥാനങ്ങളെയും മറ്റുള്ള സെൻറ്ററുകളെ അപേക്ഷിച്ച് വളരെ സ്റ്റാൻഡേർഡ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആൾക്കാരും ഇവിടുത്തെ ആകർഷണീയമാകുന്നത്.